ഹലോ ഹായ് എന്നും പറയും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നും എല്ലാവർക്കും സ്വാഗതം. കൂടെ തന്നെ സുഖമല്ല എല്ലാവർക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല തണുപ്പാണല്ലോ നാട്ടിലൊക്കെ. ഇവിടെ ആണെങ്കിൽ തണുപ്പുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നല്ല മഞ്ഞുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു വൃത്തിയുടെ കാറ്റും. ഈ തണുപ്പിൻ്റെ കൂട്ടത്തിൽ കാറ്റ് കൂടി ആകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കും. കുട്ടികൾക്കാണ് പ്രശ്നം, കോൾഡ്, പനി, ഒന്നും പറയണ്ട, ചുമ. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയാണ് ഊത്തപ്പം, റവ ഊത്തപ്പം. ഇപ്പൊ രാവിലെയൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പം കുറച്ച് റവയുണ്ട്, എന്നും ഇങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് സങ്കടപ്പെടണ്ട. അതുപോലെ അടിപൊളി ഊത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു മാക്സിമം 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വെറൈറ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. കാണാൻ കഴിയും. ഊത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് റവ നമുക്കെടുക്കാം. ഇത് പച്ച റവ കേട്ടോ, വറുത്തിട്ടൊന്നുമില്ല. ഇതിലേക്ക് ഇനി 1/2 കപ്പ് മൈദമാവ്, പിന്നെ വേണ്ടത് 1/2 കപ്പ് നൈസായിട്ട് കൊത്തിയരിഞ്ഞ ക്യാബേജ്, പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് കട്ട തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇടണം. എന്നാൽ മാത്രമാണ് നമുക്ക് റവയുടെ ഈ ഒരു ദോശ ഇൻസ്റ്റൻ്റ് ആണല്ലോ, അപ്പം തന്നെ ഉണ്ടാക്കുന്നത്, അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബാറ്റർ എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു വയ്ക്കണം. ഇപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10-15 മിനിറ്റ് വരെ ഒന്ന് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആ റവയൊക്കെ നല്ലോണം ഒന്ന് സോക്കായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ നോക്കുമ്പോൾ അറിയാം അതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇതേപോലെ തിക്കായിട്ടുണ്ടാവണം. ഒരുപാട് അങ്ങ് കട്ടയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് ഇത്തിരി ഒന്ന് ലൂസാക്കി എടുക്കാം. ഒത്തിരി ലൂസ് ആവരുത് കേട്ടോ, നല്ല തിക്കായിട്ടുള്ള മാവാണ് വേണ്ടത്. പിന്നെ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും 2-3 പച്ചമുളകും എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. റവയുടെ ഐറ്റംസ് ഇപ്പോൾ 1-2 ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു. ഇനിയുണ്ട് കേട്ടോ, ഇനിയും വരുന്നുണ്ട്. അപ്പോൾ തവ നന്നായിട്ട് ചൂടായിട്ട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിലേക്ക് 2-3 തവി ചെറിയ ഊത്തപ്പം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു തിക്നെസ്സിൽ വേണം ഉണ്ടാക്കിയെടുക്കാൻ. ഇതിൻ്റെ അകത്ത് ക്യാബേജൊക്കെ ഉള്ളതുകൊണ്ട് ദോശ പരത്തുന്ന പോലെ പരത്താൻ പറ്റില്ല, ഇത് മുറിഞ്ഞു പോകും. അപ്പോൾ കട്ടിയിൽ ഒഴിച്ചിട്ട് തവി വെച്ചിട്ട് മേലെ ഇങ്ങനെ ഒന്ന് റൗണ്ടിൽ അമർത്തി കൊടുത്താൽ മതി. കുറച്ച് തിക്നെസ്സിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് ഒരു പകുതി വേവാകുമല്ലോ, ഇങ്ങനെ പകുതി വെന്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വെളിച്ചെണ്ണയാണ്. നിങ്ങൾ വീട്ടിൽ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എന്തെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൈ കൊണ്ട് എടുത്തിട്ട് പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡിലും ഈവനായിട്ട് വീണോളും. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ട് നമുക്കിതിന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ ഊത്തപ്പം. വളരെ സിമ്പിളല്ലേ, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. ഈവനിങ് ഡിന്നറിന് വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയും സാമ്പാറും ഒക്കെ നല്ല മാച്ചാണ് കേട്ടോ. എന്ത് സിമ്പിളായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. ഇതാണ് നമ്മുടെ റവ ഊത്തപ്പം. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കി നോക്കാം കേട്ടോ. പെട്ടെന്നൊന്ന് ഉണ്ടാക്കിയെടുക്കാം. മുകളിൽ ഇങ്ങനെ ഫ്ലാറ്റായി ഇരിക്കണ്ട. അപ്പം കുറച്ച് പച്ച കളറൊക്കെ കാണുകയാണെങ്കിൽ 2-3 പച്ചമുളകൊക്കെ മുകളിൽ കാണത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കാം.
ഇത് കാണാൻ നല്ല കളർഫുള്ളാണ്. ഇത് റെഡും ഗ്രീനും വൈറ്റും എല്ലാം കൂടി ഒരു സൂപ്പർ കോമ്പിനേഷനാണ് അത്. ഇപ്പം അതിൻ്റെ ടേസ്റ്റ് ക്യാബേജൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത കാരണം നല്ലൊരു ടേസ്റ്റാണ് ഇത്. എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ഒന്നുമില്ല, റവ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യം. വീട്ടിലെല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസേ ഉള്ളൂ. കുറച്ച് മൈദ, കുറച്ച് തൈര്, പിന്നെ റവ, ക്യാബേജ് അങ്ങനത്തെയൊക്കെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള റവ ഊത്തപ്പം റെഡിയായി. ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻസൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.